നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജം ഭുവലസാരപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം മഹേശ്വര വിഘ്നേശ്വര പാർവതീമേ ഭഗവതിയേ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയേ നമഃ. ഓം അയ്യപ്പസ്വാമിയേ നമഃ. ഓം കാളികാളി ദേവി ഭഗവതിയേ നമഃ. ദുർഗാദേവിയേ നമഃ. പരമേശ്വരിയേ നമഃ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മെയ് മാസം വന്നു ചേരുന്ന ആദിത്യ മംഗള യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ആദിത്യ മംഗള യോഗം മെയ് മാസം 11 ആരംഭിച്ച് 15 അവസാനിക്കുന്നു. 4 ദിവസത്തെ വലിയ സൗഭാഗ്യദായകമായ നിമിഷങ്ങൾ 4 നക്ഷത്ര രാശികൾക്ക് വന്നു ചേരാൻ പോവുകയാണ്. വളരെ സൗഭാഗ്യദായകമായിരിക്കുന്ന, വളരെ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാക്കുന്ന 4 ദിവസങ്ങളാണ്. ഒരുപക്ഷെ ഈ ആദിത്യമംഗള രാജയോഗം മെയ് 11 തുടങ്ങി മെയ് 15 അവസാനിക്കുന്ന വ്യവസ്ഥകളിലാണെങ്കിലും ഇതിൻ്റെ പ്രതിഫലനശേഷി ഒരുപക്ഷെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ എന്ന് വന്നേക്കാം. അത് ഓരോ മനുഷ്യൻ്റെയും ജന്മഭാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. 2026 ആദിത്യ മംഗള യോഗം, ആദിത്യൻ സൂര്യനാണ്. രവിയെന്നും ആദിത്യനെന്നും സൂര്യഭഗവാനെ അറിയപ്പെടും. ഗ്രഹവ്യവസ്ഥയിൽ ചക്രവർത്തി സ്ഥാനം നിലനിർത്തുന്ന ഗ്രഹമാണ് സൂര്യഗ്രഹം എന്ന് പറയുന്നത്. ചൊവ്വ മംഗള വ്യവസ്ഥിതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചൊവ്വയാണ്. സൂര്യൻ്റെയും ചൊവ്വയുടെയും യോജിപ്പാണ് ആദിത്യ മംഗള യോഗം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ ഭാഗ്യദായകമായിരിക്കുന്ന സൂര്യനോടൊപ്പം ചൊവ്വ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രവചിക്കുവാൻ കഴിയാത്ത അത്ര ഉജ്ജ്വലിമയോടുകൂടി തന്നെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കുണ്ടാകും എന്നുള്ളതാണ്. 26 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാഭാവികമായും ഈ 4 നക്ഷത്ര രാശിക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്നത്. ആദിത്യമംഗള യോഗത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും 4 നക്ഷത്ര രാശിക്കാർക്ക് വരുന്നത് 26 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായും വളരെ ഭാഗ്യദായകമായിരിക്കുന്ന 4 ദിനങ്ങളാണ്. മെയ് 11 മുതൽ 15 വരെയുള്ള ദിനങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനന സൗഭാഗ്യ വ്യവസ്ഥകൾ നിലനിൽക്കുന്നവർക്ക് ഏകദേശം 60 ദിവസം വരെയും ആദിത്യമംഗള യോഗത്തിൻ്റെ ഭാഗ്യം നിലനിൽക്കുമെന്നുള്ളതാണ്. 2026 മെയ് മാസം 11 ചൊവ്വ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചൊവ്വയുടെ മേടം രാശി പ്രവേശന സമയത്ത് മേടം രാശിയിൽ സൂര്യൻ അഥവാ ആദിത്യൻ അഥവാ രവി നിൽപ്പുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് സൂര്യൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും സംയോഗം അവിടെ നടക്കുന്നത്. ചേർച്ച എന്ന് പറയുന്ന വ്യവസ്ഥിതി അവിടെ നടക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദിത്യ മംഗള യോഗം രൂപപ്പെട്ടു വരുന്നത്. മെയ് 15 സൂര്യൻ രാശി മാറുന്നത് വരെ ഈ 4 ദിവസങ്ങളിൽ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന
അനുഭവങ്ങളാണ് 4 രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരാൻ പോകുന്നത്. സൂര്യൻ അഥവാ ആദിത്യൻ, ചൊവ്വ അഥവാ മംഗളൻ, ഇവ രണ്ടും അഗ്നി തത്വമുള്ള ഗ്രഹങ്ങളാകയാൽ ഇവയുടെ യോജിപ്പ് വലിയ ഊർജവും അതുപോലെ തന്നെ അതിയായിട്ടുള്ള അധികാരവും നൽകുന്നു എന്നുള്ളതാണ്. വളരെ ഊർജവും അധികാരശേഷിയും 4 രാശി നക്ഷത്ര ജാതർക്ക് ചേർച്ചയോടുകൂടി വന്നു ചേരും. വളരെ ഭാഗ്യദായകമായ വ്യവസ്ഥയാണ് ഇത്. നേരിട്ട് ഉണ്ടാകുന്ന അനുഗ്രഹ വ്യവസ്ഥകൾ നമുക്ക് നിർവചിക്കുവാൻ കഴിയാത്തതിനും അപ്പുറത്തേക്കാണ് നിലനിൽക്കുന്നത്. കാരണം 26 വർഷമായി ഈ 4 രാശി നക്ഷത്ര ജാതർക്ക് ആദിത്യമംഗള യോഗത്തിൻ്റെ ഭാഗ്യം ലഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെയും ഈ 4 ദിവസങ്ങൾ പൊന്നാകുന്ന 4 ദിവസങ്ങളായിരിക്കും. ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന മേടം രാശി. മേടം രാശിയുടെ ലഗ്ന ഭാവത്തിലാണ് ഈ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർക്കുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നത് അസാമാന്യമായ ധൈര്യവും ആത്മവിശ്വാസവും കൈമുതലായി വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മേടം രാശി നക്ഷത്ര ജാതർക്ക് സമൂഹത്തിൽ വലിയ അംഗീകാരവും സ്ഥാനമാനങ്ങളും കീർത്തിയും ലഭിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ആദിത്യമംഗള യോഗത്തിലൂടെ വന്നു ചേരുന്ന ഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണിവ. സാമ്പത്തികമായ വർധനവ് മെയ് 11-നും 14-നും ഇടയ്ക്ക് വളരെ ഗംഭീരമായിട്ട് വന്നു ചേരും. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഭാഗ്യം വന്നു ചേരുക എന്ന് പറയുന്നത് അപ്രതീക്ഷിതം തന്നെയായിരിക്കും. അതുപോലെ തന്നെ കർമ്മ പുരോഗതി, അതുപോലെ തന്നെ കർമ്മശേഷി വർധനവ്, സാമ്പത്തികമായ നിലയിലുണ്ടാകുന്ന വർധനവ്, കർമ്മശേഷിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികത്തിനുണ്ടാകുന്ന വർധനവ്, സ്വാഭാവികമായും നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന എല്ലാ സമൃദ്ധിയും, ലോട്ടറി ഭാഗ്യമൊക്കെ ചിലപ്പോൾ ആ ഒരു ദിവസം കൊണ്ടായിരിക്കും ഒരു വമ്പൻ ഭാഗ്യം അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് വിചാരിച്ച് പണം കൊടുത്ത് ലോട്ടറി എല്ലാം കൂടെ വാരി വലിച്ചെടുക്കരുത്. 1-2 ഭാഗ്യദായകമായ അവസ്ഥയായതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഏതെങ്കിലും 1-2 ലോട്ടറി മതി. അതിലൂടെ വലിയ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥിതി ആദിത്യമംഗള യോഗത്തിലൂടെ ഉണ്ട് എന്നുള്ളതാണ്. അടുത്തത് മിഥുനം രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിക്കാരുടെ 11-ാം ഭാവത്തിലാണ് ആദിത്യമംഗള യോഗം നടക്കുന്നത്. 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനം എന്നാണ് അർത്ഥം. മിഥുനം രാശിക്കാർക്ക് ആദിത്യമംഗള യോഗത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ അനുകൂലമായ സമയമാണ്. കിട്ടേണ്ടതായിട്ടുള്ള സമ്പത്ത് മുഴുവൻ കൈവശം വന്നു ചേരുന്ന വ്യവസ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അധീനതയിലിരിക്കുന്ന സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കിട്ടാതെ കിടന്ന കടങ്ങൾ തിരികെ ലഭിക്കുന്നതിന് അനുയോജ്യമായ സമയമാണ് ആദിത്യമംഗള യോഗത്തിലൂടെ വന്നു ചേരുന്നത്. സാമ്പത്തികമായ പുരോഗതിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ പുരോഗതിയും തൊഴിൽ പുരോഗതിയും ഇവർക്ക് വളരെ അധികാരഭാവത്തോട് തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. അധികാരഭാവത്തോടു കൂടി തന്നെ ഊർജ്ജസ്വലമായി വന്നു ചേരുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളുമായിട്ട് വളരെയധികം അടുപ്പം നിങ്ങൾക്കുണ്ടാകും. അതുവഴി വളരെയധികം ഗുണങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് കർക്കിടകം രാശിയാണ്. പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി. കർക്കിടകം രാശിയുടെ 10-ാം ഭാവത്തിലാണ്, അതായത് കർമ്മസ്ഥാനത്താണ് ആദിത്യമംഗള യോഗം നടക്കുന്നത്. തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. സർക്കാർ സംബന്ധമായ തീരുമാനങ്ങളിൽ പൂർണ്ണത കൈവരും. കേസ് സംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ കർക്കിടകം രാശിക്കാരുമായിട്ടുണ്ട് എങ്കിൽ അതിൽ വിജയം കർക്കിടകം രാശിക്കാരായ നക്ഷത്രജാതർക്ക് തന്നെയായിരിക്കും. അതുപോലെ തന്നെ കലാ, കായിക, സാമൂഹിക, സാഹിത്യ, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ വിജയവും നേതൃത്വ സ്ഥാനവും വന്നു ചേരാനുള്ള സമയം ഈ മെയ് 11 മുതൽ 15 വരെയുള്ള ആ ദിവസങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റമോ കൂടുതൽ അധികാരമുള്ള തസ്തികകളോ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കർക്കിടകം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ മേൽക്കോയ്മ,
അതുപോലെ തന്നെ കിട്ടാതെ കിടന്നിരുന്ന കടങ്ങൾ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടു പോയത് തിരികെ ലഭിക്കുക. കിട്ടാതെ കിടന്ന കടം എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയ പണം തിരികെ ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. മാതൃപിതൃ സ്വത്ത് യോഗം കാണുന്നുണ്ട്. മാതൃപിതൃ സ്വത്ത് യോഗം എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും അധീനതയിലിരിക്കുന്ന സ്വത്തുക്കൾ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായും കാർഷികപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക തലത്തിൻ്റെ വർധനവിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ വളരെ വിജയം ഉണ്ടാകുന്ന സമയമാണ് ഈ പറഞ്ഞ ആദിത്യ മംഗള യോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങരാശിയാണ് അടുത്തത്. ചിങ്ങം രാശിക്കാരുടെ 9ാം ഭാവം അഥവാ ഭാഗ്യഭാവത്തിലാണ് ആദിത്യ മംഗള യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തടസ്സപ്പെട്ടു കിടന്നിരുന്ന ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് തൊഴിൽ സാധ്യത മങ്ങിക്കിടന്നിരുന്നത്, അതുപോലെ തന്നെ വൈവാഹികമായ വ്യവസ്ഥകൾ മങ്ങിക്കിടന്നിരുന്നത്, വീട് വയ്ക്കാനുള്ള വ്യവസ്ഥകൾ മങ്ങിക്കിടന്നിരുന്നതൊക്കെ മാറിക്കിട്ടുന്ന ഒരു വ്യവസ്ഥിതിയിലേക്കാണ് ചിങ്ങം രാശിക്കാരുടെ വരവ് എന്ന് പറയുന്നത്. ആദിത്യ മംഗള യോഗത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാവാൻ പോകുന്നത്. ഭാഗ്യസ്ഥാനത്താണ് ആദിത്യ മംഗള യോഗം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വാഹന ഭാഗ്യം ഉണ്ടാവാം, അതുപോലെ തന്നെ ആഭരണ ഭാഗ്യമുണ്ടാകാം, വസ്തുക്കൾ പുതുതായി വാങ്ങിക്കുവാനുള്ള എഗ്രിമെൻ്റ് നൽകുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാവാം, എന്തിനേറെ വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കിടന്നത് നടക്കുന്നതിനുള്ള ഭാഗ്യം ഉണ്ടാവാം, തൊഴിൽ മുടങ്ങിക്കിടന്നത് തിരികെ ലഭിക്കുന്ന ഭാഗ്യം ഉണ്ടാവാം. ഏതെങ്കിലും കാരണത്താൽ എന്തെങ്കിലും കേസുകളോ വഴക്കുകളോ മറ്റുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിപ്പോകുന്ന വ്യവസ്ഥിതിയും വിജയിക്കുവാൻ കഴിയുന്നൊരു വ്യവസ്ഥിതിയും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുമെന്നുള്ളതാണ്. സാമ്പത്തിക വർധനവ്, വിദേശ വ്യവസ്ഥകളിൽ നിന്ന് തന്നെ ധാരാളം സമ്പത്ത് വരുന്നതിനായിട്ടുള്ള അനുഗ്രഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്കോ വിദേശത്തിൽ പോയി ഉന്നത വിദ്യാഭ്യാസത്തിനോ ശ്രമിക്കുന്നവർക്ക് പൂർണ്ണമായും അവസരങ്ങൾ വിജയതലത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. പൂർണ്ണമായും അവസരം വിജയതലത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഏറ്റവും ഭാഗ്യദായകമായിരിക്കുന്ന കുറച്ചു ദിനങ്ങൾ മെയ് 11 മുതൽ 15 വരെയുള്ള ആ സമയത്തിലാണ് ആദിത്യമംഗള യോഗത്തിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം സിദ്ധിക്കുന്നത് എങ്കിലും ചിങ്ങം രാശി നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10-60 ദിവസത്തോളം ഇതിൻ്റെ ഭാഗ്യത്തെ അനുഭവിക്കുവാൻ യോഗം ഉള്ളവരാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും കർമ്മ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും തീർച്ചയായിട്ടും ഒരു വമ്പൻ കുതിച്ചുകയറ്റം തന്നെ, ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരം, സാമ്പത്തികമായിട്ടുള്ള വർധനവെല്ലാം നടക്കുന്ന സമയമാണിത്. അതുപോലെ തന്നെ ആദിത്യ മംഗള യോഗം നടക്കുന്ന മെയ് 11 മുതൽ 15 വരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. പോലീസ്, സൈന്യം, എഞ്ചിനീയറിംഗ് മേഖല, അധ്യാപക മേഖല തുടങ്ങിയ വ്യവസ്ഥകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലവും ഉജ്ജ്വലവുമായ സമയമാണ് ആദിത്യ മംഗള യോഗം നൽകുന്നത്. പ്രധാനമായും പറയേണ്ടത് കോപം നിയന്ത്രിക്കണം. ഈ 4 രാശിയിലുള്ള നക്ഷത്ര ജാതർക്ക് അമിതമായ കോപമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കോപത്തെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം സൂര്യ ചൊവ്വ ഗ്രഹങ്ങൾ 2 അഗ്നി തുല്യ ഗ്രഹങ്ങളാണ് സംയോജനം നടത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമയത്ത്, അതായത് ആദിത്യ മംഗള യോഗം നടക്കുന്ന മെയ് 11 മുതൽ 15 വരെയുള്ള വ്യവസ്ഥകളിലെങ്കിലും കോപത്തെ നിയന്ത്രിക്കണം. കാരണം ഇല്ല എങ്കിൽ ജീവിതം വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നതായിട്ട് ദർശിക്കേണ്ടതായി വരും. കേസ് വഴക്കുകൾ വന്നു ചേരുന്ന തലത്തിലേക്ക് തന്നെ വന്നു ചേരും. ജീവിതം വളരെ പ്രതിസന്ധിയിലാകും തുടങ്ങിയത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായ തലത്തിൽ നിന്നും മറ്റ് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ചിലപ്പോൾ ചെന്നെത്തിച്ചേരും. ഈ ക്രൂരമായ അല്ലെങ്കിൽ കോപ തലം, അതിൻ്റേതായ ചിന്തകൾ ഈ ദിവസങ്ങളിൽ ഈ പറയുന്ന നക്ഷത്ര ജാതരിൽ ആരിലെങ്കിലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഉണ്ടാകുന്നത്. ഈ 4 രാശിക്കാരിൽ ഏത് നക്ഷത്ര ജാതർക്കും കോപമുണ്ടായിപ്പോയാൽ വലിയ ദോഷം തന്നെ ജീവിതത്തിൽ വന്നു ചേരും. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്കെങ്കിലും ആ കോപത്തെ ഒന്ന് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിക്കോണം. അപ്പോൾ എല്ലാ നന്മകളും ആദിത്യ മംഗള യോഗത്തിലൂടെ ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതിന് മുൻപായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എല്ലാ നക്ഷത്രജാതരും, അതായത് ആദിത്യ മംഗള യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതരെല്ലാം തന്നെ ഭഗവത് സന്നിധിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും പൂജാതി കർമ്മങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യണം.
വലിയ ഭാഗ്യങ്ങൾ. ഇപ്പോൾ 1 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 4 രൂപ ലഭിക്കുമെന്ന് വെച്ചാൽ 4 മടങ്ങ് സൗഭാഗ്യങ്ങളായിരിക്കും ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.